പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരഞ്ഞെടുപ്പ് തോൽവിയിലെ വിമർശനങ്ങൾക്കിടയിൽ പിണറായി വിജയനെ പിന്തുണച്ചും CPIM-നെ വിമർശിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. തോൽവിയിൽ പിണറായിയെ മാത്രം ക്രൂശിക്കുന്നതിന് നീതികേടാണെന്ന് വെള്ളാപ്പള്ളി യോഗനാഥം എഡിറ്റോറിയലിൽ പറയുന്നു. 10 വർഷം വാഴ്ത്തിപ്പാടി, തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. CPIM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണം. കുറ്റങ്ങൾ പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാകില്ല. ഇത് കഷ്ടമെന്നും വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ പറയുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഈ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പിണറായിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPM-നെയും LDF-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി ഉണ്ടായി. തോൽവിയുടെ പാപഭാരം മുഴുവൻ 2 നേതാക്കൾക്ക് മേൽ കെട്ടിവെക്കുകയായിരുന്നു അണികളൊക്കെയും. കാരണം അവർക്ക് തുറന്ന് വിമർശിക്കാനുള്ള ഒരു അവസരം കൊടുത്തായിരുന്നു പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ. അതിനുശേഷമാണ് ഇവർ ഈ വിമർശനങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ ആ വിമർശനങ്ങളിൽ ഭൂരിഭാഗവും പിണറായി വിജയന്റെ നിലപാടുകൾ, അതിൽ ഏറ്റവും പ്രധാനം വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയതും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതും വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയതകൾക്ക് കുട പിടിച്ചതും ഒക്കെയായിരുന്നു. അതേ വെള്ളാപ്പള്ളി തന്നെ വീണ്ടും പിണറായി വിജയനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് അദ്ദേഹത്തെ വീണ്ടും പെടുത്താനാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? നമുക്കറിയാവുന്നതാണ്, വോട്ടെണ്ണലിന് മുന്നേ തന്നെ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: തോറ്റാലും ജയിച്ചാലും തനിക്ക് പിണറായി മുഖ്യമന്ത്രിയായി കാണാനാണ് ആഗ്രഹം, പിണറായിക്കൊപ്പമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വോട്ടെണ്ണലിന് മുന്നേ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വേണം നമ്മൾ ഈ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ഈ CPM-ന്റെ അണികൾക്കിടയിൽ, പ്രത്യേകിച്ചും ഒരു കേഡർ പാർട്ടിയാണ്, ആ പാർട്ടിയിൽ നിന്ന് തങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചെറിയ കാലയളവിൽ മാത്രം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് സാധാരണയായി കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഈ തോൽവിയുടെ ഒരു പാപഭാരം അത് പാർട്ടി സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. ഇതിനെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വിമർശിക്കുന്നത്. ഈ തോൽവിയിൽ കുറ്റക്കാരനായി കാണാനാണ് പിണറായിയെ എല്ലാവരും, എല്ലാത്തിൻ്റെയും ദോഷങ്ങളും അദ്ദേഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് കാരണഭൂതനായിട്ടും പാർട്ടി സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാരണഭൂതനെന്നും ക്യാപ്റ്റനെന്നും വിളിച്ച് പാടി പുകഴ്ത്തിയ ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്നത്. അന്ന് അധികാരമുണ്ടായിരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി നേതാവ് തൊട്ട് ലോക്കൽ സെക്രട്ടറി തൊട്ട് അങ്ങേയറ്റം പാർട്ടിയുടെ എല്ലാ മിഷണറികൾക്കിടെയും പദവികൾ വഹിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കിടയിലും വലിയ രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. ആളുകളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ തോൽവിക്ക് കാരണമായത്. എന്നാൽ ഇതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ തോൽവിയുടെ എല്ലാ കാരണവും പിണറായിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ CPI-യുടെ ചില നയങ്ങളും തോൽവിക്ക് കാരണമായെന്നും വെള്ളാപ്പള്ളി പറയുന്നു. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉപദേശം കണക്കെ, അതല്ലെങ്കിൽ അണികൾക്കൊക്കെ ഒരു ഉപദേശം കണക്കെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ യോഗനാഥത്തിലെ ഇത്തവണത്തെ ലേഖനം.